നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ശബരിമലയെ ആഗോളതലത്തിൽ ദൈവികവും പരമ്പരാഗതവുമായ അതേസമയം സുസ്ഥിരവുമായ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുവാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20 പമ്പാ നദിക്കരയിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഒരു ശബരിമലയിൽ നടക്കാൻ പോകുന്ന സംഗമം ലോകമാകെയുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമലയുടെ ആത്മീയ മഹത്വവും സാംസ്കാരിക ഐക്യവും പങ്കുവയ്ക്കുന്നതിനുള്ള വേദിയാകും. തത്വമസി എന്ന സർവജനീയ സന്ദേശം പ്രചരിപ്പിക്കുകയും മതസൗഹൃദം പങ്കുവയ്ക്കുന്ന ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പമ്പയിൽ 3000 പേരെ സ്വീകരിക്കാൻ കഴിയുന്ന ജർമ്മൻ മോഡൽ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. പത്തനംതിട്ട, പെരുന്നാട്, പമ്പ, സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളായി വെൽക്കം കമ്മിറ്റി ഓഫീസുകളും സ്ഥാപിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉയരുന്നുണ്ട്. പല വിമർശനങ്ങളും സർക്കാരിനെതിരെ ഇപ്പോൾ ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ശബരിമല ശ്രീകോവിലിന് മുന്നിലെ 2 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ ഇളക്കി ചെന്നൈക്ക് കൊണ്ടുപോയെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. അത് സർക്കാരിന്റെ ഈ ഒരു ആഗോള സംഗമത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും അതിൽ എന്തായിരിക്കും തീരുമാനം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം സർക്കാർ എങ്ങനെ നേരിടുമെന്നുള്ളതാണ് ഒരു ചോദ്യം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് ദേവസ്വം ബോർഡ് തല വെച്ചുകൊടുത്തത്. ദേവസ്വം ബോർഡിന്റെയും തന്ത്രിയുടെയും അനുമതിയോടെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചെങ്കിലും ജുഡീഷ്യൽ ഓഫീസർ നൽകിയ റിപ്പോർട്ട് വൈകാതെ കോടതി ഗൗരവമായി എടുക്കും. ശ്രീകോവിലിന്റെ ഇടത്തും വലത്തുമുള്ള ശില്പങ്ങളിലെ പാളിയാണ് ഇളക്കിയത്. കോടതിയുടെ അനുമതിയോടെ സന്നിധാനത്ത് മാത്രമേ സ്വർണ്ണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി ബെഞ്ച് നിർദ്ദേശം. അത് പാലിക്കാത്തത് ഗുരുതര വീഴ്ചയെന്ന് കാട്ടി കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. അതേസമയം ദ്വാരപാലക ശില്പങ്ങൾക്ക് കേടുപാടുണ്ടെന്നും അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് അത് പരിഹരിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. മങ്ങലും കുത്തുകളും കാൽഭാഗത്ത് പൊട്ടലുമുണ്ട്. ബോർഡ് തീരുമാനപ്രകാരം തന്ത്രിയുടെ അനുമതി വാങ്ങി തിരുവാഭരണ കമ്മീഷണറും വിജിലൻസും അടക്കമാണ് പാളി ഇളക്കിയത്. അതിന് സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയുടെ പ്രതിനിധിയാണെന്ന കാര്യം മറന്നുകൊണ്ടാണ് പ്രസിഡന്റ് ഇത്തരത്തിൽ സംസാരിച്ചത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. പരിപാടിയുടെ നടത്തിപ്പിൽ സുതാര്യതയുണ്ടാവണമെന്നും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടികൾ ആവശ്യമുണ്ടോ എന്നും ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട അവധിക്കാല ബെഞ്ച് വാക്കാൽ ചോദിച്ചു. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ദേവസ്വം ബെഞ്ച് മുമ്പാകെയുള്ള ഹർജിക്കൊപ്പം പരിഗണിക്കാനായി സെപ്റ്റംബർ 9 മാറ്റി. ആരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു. ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നതെന്ന് സർക്കാർ അറിയിച്ചു. പരിപാടി നടക്കുന്ന സ്ഥലത്തെ ക്രമസമാധാനം, അവിടുത്തെ അടിസ്ഥാന വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമേ സർക്കാരിന് പങ്കുള്ളൂ. ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമാണെന്നും സർക്കാർ വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് ഇതിനെ വിളിക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു. ദേവസ്വം ബോർഡിന് മറ്റ് ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ എന്നും ശബരിമലയിൽ മാത്രമാണോ ഈ പരിപാടി? ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഘവും തമ്മിൽ എന്താണ് ബന്ധമെന്നും കോടതി ചോദിച്ചു. എങ്ങനെയാണ് പരിപാടിയുടെ നടത്തിപ്പ് ചെലവെന്ന ചോദ്യത്തിന് സ്പോൺസർഷിപ്പ് വഴിയാണെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ വ്യക്തതയുണ്ടാവണമെന്നും ലക്ഷക്കണക്കിന് വിശ്വാസികളുമായി ബന്ധപ്പെട്ടതായതിനാൽ പരിപാടിയിൽ സുതാര്യത ഉണ്ടാകണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടി ആവശ്യമുണ്ടോ എന്നും കോടതി ചോദിച്ചു. പെരിയാർ കടുവ സങ്കേതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും ദേവസ്വം ബോർഡ് ഉറപ്പാക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് എങ്ങനെയാണ്, പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളും ഫണ്ട് സമാഹരണവും എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡ് മറുപടി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 4 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കുന്നുണ്ടെന്നും ഇത് രാഷ്ട്രീയ പരിപാടിയാണെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മാതൃകയിൽ പരിപാടികൾ നടത്താൻ ഭാവിയിൽ പല മതസ്ഥാപനങ്ങൾക്കും ഇത് പ്രേരണയാവുമെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് കോടതിയുടെ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയത്. ഇക്കാര്യത്തിൽ ദേവസ്വം വകുപ്പിന്റെ അനുമതിയുണ്ടെന്നും മനസ്സിലാക്കുന്നു. എന്നാൽ ദേവസ്വം
വകുപ്പ് ഇത് സമ്മതിച്ചിട്ടില്ല. ശബരിമലയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നാണ് സർക്കാർ പറയുന്നത്. അതായത് ഹൈക്കോടതിയിൽ ചോദ്യങ്ങൾ ഉയർന്നാൽ മറുപടി പറയേണ്ടി വരുന്നത് ദേവസ്വം ബോർഡായിരിക്കും. ദേവസ്വം കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേതൃത്വം നൽകുന്ന അവധിക്കാല ബെഞ്ചാണ്. കമ്മീഷണറുടെ റിപ്പോർട്ട് ഈ ബെഞ്ചിലേക്കാണ് ചെല്ലുന്നത്. അടുത്ത കാലത്ത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ശബരിമല സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ബോർഡിനെ വെറുതെ വിടുമെന്ന് കരുതാനാവില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ആഗോള അയ്യപ്പ സംഗമം ഒരുങ്ങുന്നത്. പ്രളയത്തെ തുടർന്ന് 2018 മുടങ്ങിയ പമ്പാ സംഗമം ഇക്കൊല്ലം പുനരാരംഭിക്കാനും ഇതോടൊപ്പം ആലോചനയുണ്ട്. ഇത്തരമൊരു സംഗമം നടത്തുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ സവിശേഷതകൾ ലോകമെമ്പാടും അറിയിക്കുന്നതിന് സഹായകമാകുമെന്ന വിലയിരുത്തലാണ് ദേവസ്വം ബോർഡ് അധികൃതർ. ശബരിമലയിലെ വികസനത്തിൽ ഈ ഭക്തരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പമ്പാ സംഗമം ഈ തീർത്ഥാടന കാലത്ത് തന്നെ നടത്താനാണ് ആലോചന. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. ആഗോള ഭക്ത സംഗമം ഈ തീർത്ഥാടന കാലത്ത് സംഘടിപ്പിക്കാനാകുമോ എന്ന ആശങ്കയുണ്ട്. ഈ തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഉടൻ പരിപാടി സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് ദേവസ്വം ബോർഡ്. രാമൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് പമ്പ സംഗമം എന്ന ആധ്യാത്മിക സാംസ്കാരിക സംഗമം പമ്പ ആഞ്ജനേയ ഓഡിറ്റോറിയത്തിൽ തുടങ്ങിയത്. പിന്നീടുള്ള വർഷങ്ങളിൽ മകരവിളക്കിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ മഹാസമ്മേളനമായി ഇത് നടന്നു വരികയായിരുന്നു. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെയും ആധ്യാത്മിക സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ളവരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇത്. എന്നാൽ 2018 പ്രളയകാലത്ത് മുടങ്ങി. കോവിഡ് മഹാമാരി അടക്കമുള്ള പ്രശ്നങ്ങൾ കാരണം പിന്നീട് തുടങ്ങാനുമായില്ല. ലോകമെങ്ങുമുള്ള അയ്യപ്പന്മാരെ കേൾക്കാനുള്ള അവസരമാണിതെന്ന് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട നഗരം കേന്ദ്രീകരിച്ച് ജില്ലാ ഭരണകൂടത്തിന് കീഴിൽ പ്രധാന സ്വാഗത സംഘം ഓഫീസ് തുറന്നു. പമ്പ, പെരുന്നാട്, സീതത്തോട് എന്നിവിടങ്ങളിലും സ്വാഗത സംഘം ഓഫീസ് ഉണ്ടാകും. പ്രതിനിധികളെ സ്വീകരിക്കാൻ KSRTC സൗകര്യം ഏർപ്പെടുത്തും. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലാകും താമസ സൗകര്യം. പ്രതിനിധികൾക്ക് ദർശനത്തിനുള്ള അവസരമൊരുക്കും. പമ്പയിൽ അടക്കമുള്ള ആശുപത്രികളിൽ ആധുനിക ചികിത്സാ സൗകര്യം ഉറപ്പാക്കും. ഹിൽ ടോപ്പിലാകും വാഹനങ്ങളുടെ പാർക്കിംഗ്. സന്നദ്ധ സംഘടനകളുടെ സേവനമടക്കം ശുചീകരണ പ്രവർത്തനത്തിൽ ഉപയോഗിക്കും. ശബരിമലയടക്കം വികസന പാതയിലാണെന്നാണ് സർക്കാർ വാദം. 1300 കോടിയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ശബരിമല വിമാനത്താവളം, റെയിൽപാതയടക്കമുള്ള പ്രവർത്തനം പുരോഗമിക്കുന്നു. 2028 വിമാനത്താവളം കമ്മീഷൻ ചെയ്യാനാണ് ഉദ്ദേശം. ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തരുടെ ക്രിയാത്മക നിർദ്ദേശം ശേഖരിക്കും. എല്ലാവരെയും പങ്കെടുപ്പിച്ച് സുതാര്യമായാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. ഭക്തരുടെ താൽപര്യം സംരക്ഷിച്ച് ആചാരാനുഷ്ഠാനം പാലിക്കും. തന്ത്രിയുടേതടക്കം അഭിപ്രായം സ്വീകരിക്കും. വിവിധ സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതായി മന്ത്രി അറിയിച്ചു. ആഗോള പ്രശസ്തി നേടിയ ആത്മീയ നേതാക്കൾ, പണ്ഡിതർ, ഭക്തർ, സാംസ്കാരിക പ്രതിനിധികൾ, ഭരണകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. എന്നാൽ പിന്നീട് ഇത് ബോർഡിന്റേതാണെന്ന പ്രഖ്യാപനം വന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തുന്നത് വ്യാവസായ സംഗമമെന്നും സ്പോൺസർഷിപ്പ് പിരിക്കലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് സമ്മതിച്ചു. സംഗമത്തിൽ പങ്കെടുക്കാനുള്ളവരെ ദേവസ്വം ബോർഡ് കത്തയച്ച് ക്ഷണിച്ച് രജിസ്ട്രേഷൻ ചെയ്യിക്കും. 4 കോടിയോളം ചെലവ് വരുമെന്നും അത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നും പ്രശാന്ത് പറഞ്ഞു. 3000 പേരടങ്ങുന്ന പ്രതിനിധികളിൽ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള 500 പേരും, കേരളത്തിൽ നിന്ന് 800 പേരും, തമിഴ്നാട് 500, കർണാടക 250, ആന്ധ്ര, തെലങ്കാന 750, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 200 എന്നിങ്ങനെയാണ് പ്രതിനിധികളുടെ എണ്ണം. ഇതിനായി വെർച്വൽ ക്യൂ വഴി രജിസ്ട്രേഷൻ നൽകും. പ്രവാസികളായ 500 പേർക്കായി വെബ്സൈറ്റ് തുറന്നു നൽകി. വെർച്വൽ ക്യൂ യൂസർ ID യും പാസ്വേഡും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. സംസ്ഥാനത്തുള്ളവരുടെ രജിസ്ട്രേഷൻ പിന്നീട് ആരംഭിക്കും.